പുതിയ സിനിമാ നയം രൂപീകരിക്കുന്നതിനായി സർക്കാർ സംഘടിപ്പിച്ച സിനിമ കോൺക്ലേവ് നടത്തിപ്പിന് 3 ഏജൻസികളിൽ നിന്നാണ് പുഷ് 360യെ തെരഞ്ഞെടുത്തതെന്നും 4 ലക്ഷം രൂപയാണ് പ്രതിഫലമായി ലഭിച്ചതെന്നും ഉടമ ശ്രീകുമാർ മേനോൻ 3 ഏജൻസികൾ പ്രസന്റേഷൻ നടത്തിയിരുന്നു. അതിൽ പുഷ് 360യെ സർക്കാർ തെരഞ്ഞെടുക്കുകയായിരുന്നു. അതൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. അതിൽ നിന്നും ലഭിച്ച വരുമാനം 4 ലക്ഷം രൂപ മാത്രമായിരുന്നു. ഡോക്യുമെന്റേഷൻ, ഡിസൈൻ, പങ്കെടുത്തവരുടെ പ്രസംഗങ്ങൾ രേഖപ്പെടുത്തി നൽകുക എന്നിവയായിരുന്നു പുഷ് 360 ഏറ്റെടുത്ത പണികൾ. അംഗീകരിച്ച തുകയെല്ലാം പുഷ് 360ക്ക് അല്ല ലഭിക്കുന്നത്. സ്റ്റേജ് ഡെക്കറേഷൻ ഉൾപ്പെടെയുള്ള മറ്റു പണികൾ മറ്റു കരാറുകാരനാണ് ഏറ്റെടുത്ത് ചെയ്തത്. അതിനുള്ള പ്രതിഫലം അവർക്കാണ് ലഭിക്കുന്നത്. ലാൽസലം പരിപാടിയുടെ ആശയവും ഡിസൈനും അവിടെ പ്രദർശിപ്പിച്ച വീഡിയോകളുടെ ചുമതലയും പുഷ് 360 നിർവഹിച്ചത്. ഇതിന് ലഭിച്ചത് 2 ലക്ഷം രൂപ മാത്രമാണ്. ഇവന്റ് TK രാജീവ് കുമാർ ആയിരുന്നു ചെയ്തത്. ലാൽസലാം ആശയം വളരെ നല്ലതായിരുന്നുവെന്ന അഭിപ്രായം വന്നതാണെന്നും ശ്രീകുമാർ മേനോൻ മറുനാടൻ മലയാളിയോട് പറഞ്ഞു. 2.84 കോടി രൂപ ലാൽസലാം നടത്തിപ്പിനായി ചെലവായെന്ന് സർക്കാർ തന്നെ അറിയിച്ചിരുന്നു. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന സിനിമാ പരിപാടികളുടെ നടത്തിപ്പ് ചുമതല പുഷ് 360 മാത്രം നൽകുന്നതിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. സിനിമാ സംവിധായകൻ ശ്രീകുമാർ മേനോന്റെ ഉടമസ്ഥതയിലുള്ള പാലക്കാട് ആസ്ഥാനമായ പുഷ് 360 പബ്ലിക് റിലേഷൻ കമ്പനിക്ക് ഏകപക്ഷീയമായാണ് പരിപാടികളുടെ നടത്തിപ്പ് ചുമതല നൽകുന്നതെന്നായിരുന്നു ആരോപണം. പുതിയ സിനിമാ നയം രൂപീകരിക്കാൻ സർക്കാർ ആസൂത്രണം ചെയ്ത സിനിമാ കോൺക്ലേവിൽ പങ്കെടുക്കാനായി വിവിധ സംഘടനകളെയും അതിഥികളെയും ക്ഷണിച്ചതിൽ പിഴവുകൾ ഉണ്ടായെന്ന് പരാതികൾ ഉയർന്നിരുന്നു. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാലിനെ ആദരിക്കാൻ സർക്കാർ ഒരുക്കിയ ലാൽസലാം പരിപാടിയുടെ ആശയവും ഡിസൈനും വീഡിയോകളുടെ ചുമതലയും പുഷ് 360 കമ്പനിയായിരുന്നു. ഈ പരിപാടിക്ക് വേണ്ടി 2.84 കോടി രൂപയാണ് സാംസ്കാരിക വകുപ്പ് അനുവദിച്ചത്. സാംസ്കാരിക വകുപ്പിന്റെ യുവ കലാകാരന്മാർക്കുള്ള ഫെലോഷിപ്പ് ഹെഡിൽ നിന്നും 1 കോടി രൂപയും KSFDCയും ചലച്ചിത്ര അക്കാദമിയും 50 ലക്ഷം രൂപ വീതവും ചേർത്ത് 2 കോടി രൂപ നൽകി. 84 ലക്ഷം രൂപ സർക്കാർ പ്രത്യേകമായി അനുവദിക്കുകയായിരുന്നു. 2 ലക്ഷം രൂപ മാത്രമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് പുഷ് 360 പറയുമ്പോൾ 2.82 കോടി രൂപ ചെലവാക്കിയ കണക്കുകൾ ലഭ്യമായിട്ടില്ല. കോൺക്ലേവിൽ പങ്കെടുക്കാനെത്തുന്ന മോഹൻലാൽ അടക്കമുള്ള പ്രതിനിധികൾക്ക് കൊടുക്കാനായി തയ്യാറാക്കിയ ബാഗ് സംബന്ധിച്ചും ആരോപണം ഉയർന്നിരുന്നു. സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത പൊതുമേഖല ബന്ധമുള്ള പ്രൊജക്ടാണ് ഈ ബാഗ് സ്പോൺസർ ചെയ്തത്. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടിന്റെ വകയായിരുന്നു ബാഗ്. സിനിമാ പ്രമുഖർക്ക് നൽകിയ ബാഗിൽ സ്പോൺസറുടെ എംബ്ലവും പേരും വ്യക്തമായിരുന്നു. സാംസ്കാരിക ഡയറക്ടറായ ദിവ്യ സൈറാണ് ഈ പ്രോജക്ടിന്റെ ഡയറക്ടർ.